നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജ്യോതിഷത്തിലെ 17ാമത്തെ നക്ഷത്രമായിട്ടുള്ള അനിഴം എന്ന് പറയുന്ന നക്ഷത്രത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അനിഴം നക്ഷത്രത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ദേവഭൂമിയായിട്ടുള്ള ഉത്തരാഖണ്ഡിൽ വെച്ചാണ് ആ വീഡിയോ ചെയ്തിരുന്നത്. അതിൻ്റേതായ ഒരു പുണ്യവും ആ വീഡിയോയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അനിഴം നക്ഷത്രത്തിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ പറയാത്ത ചില വിഷയങ്ങളും ഞാനിവിടെ സൂചിപ്പിക്കുകയും ചെയ്യാം. പൂർണ്ണമായും വൃശ്ചിക രാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് അനിഴം എന്നുള്ളത്. അധിപൻ ശനിയും ദേവത എന്ന് പറയുന്നത് മിത്രനും ആണ്. മിത്രാവരുണൻ എന്നൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ സൂര്യദേവൻ്റെ ഒരു പര്യായമാണ് മിത്രൻ എന്ന് പറയുന്നത്. സഹകരണം, വിശ്വസ്തത എന്നിവയുടെ പ്രതീകമാണ് മിത്രൻ എന്ന് വേദങ്ങളിൽ പറയുന്നു. താമരയാണ്, ലോട്ടസ് ആണ് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് വിരിഞ്ഞു നിൽക്കാനുള്ള ഇവരുടെ കഴിവിനെ ഇത് സൂചിപ്പിക്കുന്നു. താമര എപ്പോഴും സഹസ്രാര പ്രതീകമായിട്ടും പൂർണ്ണതയുടെ പ്രതീകമായിട്ടുമൊക്കെയാണ് യോഗശാസ്ത്രത്തിലും അതുപോലെ തന്നെ തന്ത്രയോഗ സമ്പ്രദായത്തിലുമൊക്കെ പറയുന്നത്. പൂർണ്ണതയുടെ പ്രതീകമായിട്ടാണ്, പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ്. എനർജി സെൻറ്റേഴ്സായിട്ടുമൊക്കെയാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പം ഇവിടെ ഈ വിരിഞ്ഞു നിൽക്കുന്ന താമര എന്നുള്ളത് കൊണ്ട് തന്നെ ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും കടന്ന് അതിൽ വിരിഞ്ഞു നിൽക്കാനുള്ള ഒരു കഴിവിനെ സൂചിപ്പിക്കുന്നു. അതിന് വേണമെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നക്ഷത്രം അനിഴമാണെന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ കടന്നിട്ടാണ് അദ്ദേഹം ഇന്ന് നിൽക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. ഒരു ചായക്കടയിൽ നിന്നും തുടങ്ങിയ ഒരു ജീവിതം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയുടെ തലപ്പത്തേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് സ്വീകരിക്കുകയോ എതിർക്കുകയോ ഒക്കെ ചെയ്യാം. അതൊരുത്തരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അയാളുടെ ഇത്രയും വർഷത്തെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഇവിടെയാണ് ജനിച്ചത്, ഏത് സാഹചര്യത്തിലാണ് ജനിച്ചത്, സ്വർണ്ണക്കട്ടി കൊണ്ടോ അല്ലെങ്കിൽ വായിൽ വെള്ളി സ്പൂണ് കൊണ്ടോ, നമ്മൾ പറയത്തില്ല സിൽവർ സ്പൂണ് കൊണ്ടോ ഒന്നും ജനിച്ച ഒരാളല്ല അദ്ദേഹം. ഒരു സപ്പോർട്ടുമില്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വയം പ്രയത്നം കൊണ്ട് അദ്ദേഹം വളർന്ന് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ലീഡേഴ്സുകളുടെ ടോപ്പ് 10 ലീഡേഴ്സിൽ ഒരാളായിട്ട് മാറാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രജ്ഞ, മേധ, വിവേകശക്തി എന്നൊക്കെ പറയുന്നത് അനിഴ നക്ഷത്രത്തിൻ്റെ ഒരു പൊതു സ്വഭാവമായിട്ട് കാണാം. ആ താമര ചിഹ്നമായതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് 10 ലീഡേഴ്സ് എടുത്താൽ അതിലൊരാളാണ് അദ്ദേഹം എന്ന് നിസ്സംശയം നമുക്ക് പറയാം. അപ്പം അത് അനിഴ നക്ഷത്രത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൂടെ നമുക്ക് ആ ഒരു ഇതിൽ കാണാം. പ്രശ്നത്തിൽ അനിഴ നക്ഷത്രത്തിൽ ചിന്തിക്കുന്ന പാഴ്വനങ്ങളും ഒരു സ്ഥലമായിട്ട് ചിന്ത വരികയാണെങ്കിൽ അതും, അതുപോലെ തന്നെ ജാതകത്തിൽ അനിഴ നക്ഷത്രം പറയുന്നത് ഹൃദയത്തെയും, അനിഴ നക്ഷത്രത്തിൻ്റെ നക്ഷത്ര വൃക്ഷം ഇലഞ്ഞിയും ശരദിക്ക് തെക്കും ആണ്. മുതിരയാണ് ഭോജ്യവസ്തു അഥവാ ധാന്യം എന്ന് പറയുന്നത്. മിത്രനാണ് ദേവത, മാനാണ് മൃഗം, മനസ്സിൻ്റെ പ്രതീകമാണ് മാൻ. കാക്കയാണ് പക്ഷി, ദേവഗണത്തിൽപ്പെട്ട സ്പിരിച്വൽ ക്വാളിറ്റീസ് ഉള്ള ഒരു നക്ഷത്രമാണ്. സ്ത്രീ നക്ഷത്രമാണ്, ഫിമെയിൻ ക്വാളിറ്റീസ് ഒരുപാടുള്ള, ഇമോഷണൽ ക്വാളിറ്റീസ് ഉള്ള, ഫിമെയിൻ ക്വാളിറ്റി ഉള്ള ഒരു നക്ഷത്രവും കൂടിയാണ് അനിഴം എന്ന് പറയുന്നത്. ദക്ഷിണാചാരിയാണ് ദിക്ചാരത്തിൽ. സ്വരൂപം ബലിസദൃശമാണെന്ന് മറ്റൊരു ഗ്രന്ഥത്തിൽ പറയുന്നു. താമരയാണെന്ന് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു. തിര്യന്മുഖ നക്ഷത്രമാണ്. അതുപോലെ തന്നെ ധ്രുവസ്ഥിരാദി അഥവാ ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് തീക്ഷ്ണ ധാരുണമാണ്. അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ ശുഭാശുഭാദി നോക്കുന്ന സമയത്ത് ശുഭനക്ഷത്രമാണ്. പഞ്ചഭൂതങ്ങളിൽ അഗ്നി നക്ഷത്രമാണ്. ഒരു സംശയമില്ല, ഈ വൃശ്ചിക രാശി പോകുന്ന നക്ഷത്രങ്ങളെല്ലാം തന്നെ അഗ്നി നക്ഷത്രമാണ്. തൃക്കേട്ട മാത്രമേ ഉള്ളൂ വായു നക്ഷത്രം വരുന്നത്. ആദ്യത്തെ വിശാഖം അനിഴു അഗ്നി നക്ഷത്രം തന്നെയാണ്. അഗ്നിയുടെ എല്ലാ സ്വഭാവവും ഈ 2 നക്ഷത്രത്തിനും ഉണ്ട് താനും. നക്ഷത്ര സംഖ്യ 4. വിഷകടി എന്ന് പറയുന്നത് 10 നാഴിക മുതൽ 14 നാഴിക വരെയും, ഉഷ്ണശിഖ എന്ന് പറയുന്നത് 52 നാഴിക മുതൽ 60 നാഴികയും, അമൃതഘടി അമൃതം എന്ന് പറയുന്നത് 34 നാഴിക മുതൽ 38 നാഴിക വരെയും ആണ്. ഇനി ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. എല്ലാം തികഞ്ഞവരല്ലാതെ ഉള്ള മനുഷ്യർ തികയാൻ വേണ്ടി പൂർണ്ണതയിലേക്കുള്ള യാത്രയിൽ ആയതുകൊണ്ട് തന്നെ 12 രാശിയിലും 27 നക്ഷത്രത്തിലുമായി ജനിക്കുന്ന എല്ലാവരും അവരുടെ സോൾ ക്വാളിറ്റി അനുസരിച്ച്, കർമ്മഭാണ്ഡങ്ങളുടെ ക്വാളിറ്റി അനുസരിച്ച്
നല്ലതും ചീത്തയുമായിട്ടുള്ള ഗുണങ്ങൾ ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. ഇവിടെ ഗുണപരമായിട്ടുള്ള ഗുണങ്ങൾ, സത്ഫലങ്ങൾ, അനിഴ നക്ഷത്രത്തെക്കുറിച്ചുള്ള സത്ഫലങ്ങൾ നോക്കാം. ഉത്തമ സൗഹൃദങ്ങളുണ്ടായിരിക്കും. സൗഹൃദങ്ങൾക്ക് നല്ല വാല്യൂ കൊടുക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. നക്ഷത്ര ദേവതയായിരിക്കുന്ന മിത്രൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത് സൗഹൃദമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നിലേക്ക് എല്ലാവരെയും അടുപ്പിച്ച് നിർത്താനുള്ള ഒരു ശേഷി, അല്ലെ തന്നെ വലം വെച്ച് ആൾക്കാരെ നിർത്താനുള്ള ഒരു ശേഷി ഇവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് മികച്ച സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഇവർ മികച്ച സുഹൃത്തുക്കളോ ആയിരിക്കും പലരുടെയും. ഇവരുടെ ഒരു ഉള്ളിലേക്ക് കടന്നു കയറുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. പക്ഷേ ഇവർ പലരുടെയും മികച്ച സുഹൃത്തുക്കളും വിശ്വസ്തരും ആത്മാർത്ഥതയുള്ളവരും ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ്. വളരെ കഴിവുള്ള മനുഷ്യരാണ്. അസാധ്യ പ്രതിഭാശാലികളായിട്ടും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റി. സാറ്റേൺ ചൊവ്വ കോമ്പിനേഷൻ, അഗ്നിമാരുതം ശരിക്കും ഇവരുടെ ഒരു സ്വഭാവത്തിൽ കാണാം പലയിടത്തും. അതുകൊണ്ട് തന്നെ ഇവർ സൗഹൃദങ്ങൾക്ക് നല്ല വില കൽപ്പിക്കുന്നതും കണ്ടിട്ടുണ്ട്. നല്ല മിടുക്കന്മാരാണ് പലപ്പോഴും. എനിക്ക് കൂടുതലും ഈ അനിഴ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാരെയാണ് കൂടുതലും പരിചയമുള്ള. സ്ത്രീകളെ ഉണ്ട്. എന്നിരുന്നാൽ പോലും സ്ത്രീകൾ ഇവരുടെ ഒരു ക്വാളിറ്റി, അറിവിൻ്റെയും നിലവാരത്തിൻ്റെയും ജീവിത ബോധത്തിൻ്റെയും കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ് ആ ഗുണപരമായ വിഷയങ്ങൾ അവരെത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഇവരുടെ ഗ്രേറ്റ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സംഘടനാ പാടവമാണ്. ആളുകളെ ഒരുമിപ്പിച്ച് നിർത്താനും ഒരു സംഘത്തെ നയിക്കാനും സഹകരണ മനോഭാവത്തോടു കൂടി ആൾക്കാരെ ഏകീകരിച്ച് കൊണ്ടുപോകാനുമുള്ളൊരു മാനേജിങ് കപ്പാസിറ്റി അസാമാന്യമാണ്. അതൊരു വലിയ കഴിവുമാണ്, പറയാതിരിക്കാൻ വയ്യ. അത് എനിക്ക് വളരെ അടുത്തറിയാവുന്നതും പലരെ ഒബ്സർവ് ചെയ്തപ്പം ഞാൻ അവരെ നേരിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു കഴിവ് വളരെ വലുതാണ്. അത് പലപ്പോഴും എനിക്കറിയാവുന്നവരടുത്ത് ഞാൻ പല കാര്യത്തിൽ അഭിപ്രായ വിയോജിപ്പുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ, ആ ഒരു സംഘടനാ പാഠവത്തിൽ നല്ല അസാധ്യ കഴിവുള്ളവരായിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുജനും ശനിക്കും ബലമുള്ള ജാതകമാണെങ്കിൽ, രവിയും കൂടെ ബലപ്പെട്ടാൽ, കാരണം നീചം വിട്ട രാശിക്ക് ഉച്ചബലം എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ ആ നീചം വിട്ട രാശിയിലും കൂടിയാണ് ഈ നക്ഷത്രം വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഗ്രേറ്റ് ക്വാളിറ്റി ഇവർക്ക് അതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങളിൽ ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള വിഷയങ്ങളിൽ ഇവർക്ക് നല്ല താല്പര്യമുണ്ടാവും. ഗവേഷണം, നിഗൂഢശാസ്ത്രങ്ങളിലുള്ള പഠനം, ഇവർ ജോലി ചെയ്യുന്ന മേഖലയിൽ തന്നെ റിസർച്ച് ചെയ്യാനും ഇറങ്ങിച്ചെന്ന് പഠിക്കാനും നിഗൂഢമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരു കഴിവ് ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. അടുത്ത ഇവരുടെ ഒരു നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്ത് കയറി വരാനുള്ള ഇവരുടെ ഒരു കഴിവ്. ജീവിതത്തിൽ വൻ തിരിച്ചടികൾ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. നമ്മൾ വിചാരിക്കും ഇവരിനി കയറി വരും, ഇവർക്കൊരിനിയൊരു ലൈഫ് ഉണ്ടോ എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നിന്നും പിച്ച വെച്ച് കയറി വരാനുള്ള വിൽ പവർ, അതിവരുടെ ഒരു വല്ലാത്തൊരു ക്വാളിറ്റിയാണ്. അനിഴത്തിൻ്റെ മറ്റൊരു ക്വാളിറ്റിയാണ്. അടുത്തത് എന്ന് പറഞ്ഞാൽ യാത്രാ താല്പര്യം. പുതിയ സ്ഥലങ്ങൾ കാണാനും യാത്ര ചെയ്യാനും ഇവർക്ക് അതിയായ ആഗ്രഹം ഉണ്ടാവും. പലപ്പോഴും ജന്മദേശത്ത് നിന്നും കുടുംബത്തിൽ നിന്നോ മാറി താമസിക്കുകയോ കുടുംബത്തിലോ വീട്ടുകാരുടെ അടുത്തോ ഒറ്റപ്പെട്ടു പോകാനോ ഒക്കെ സാധ്യതയുണ്ടെങ്കിലും ഇവരൊറ്റയ്ക്ക് മാറി താമസിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇവർക്ക് വരും. എന്നാലും ഈ സാഹചര്യത്തെയൊക്കെ ഇവർ തരണം ചെയ്യുകയും കയറി വരികയും ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് എടുത്ത് ഇവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതൊരു വമ്പൻ ക്വാളിറ്റികളിൽ ഇവരുടെ എന്താ പറയുക അടുത്തറിയാവുന്ന ക്വാളിറ്റികളിൽ ഒന്നാണ്. എത്ര പ്രതിസന്ധികളെയും ഹാൻഡിൽ ചെയ്യാനുള്ള ഇവരുടെ ഒരു കപ്പാസിറ്റി. ഇനി എൻ്റെ കുറേ അനുഭവങ്ങളും ചേർത്താണ് ഞാനിത് പറയുന്നത്. ഞാൻ അനിഴത്തെക്കുറിച്ച് ചെയ്ത ആദ്യം ഞാൻ സൂചിപ്പിച്ച ആ വീഡിയോ നിങ്ങൾ കാണണം. ഏകദേശം 50 അനിഴക്കാരുടെ ഹൊറോസ്കോപ്പ് വെച്ച് ഞാൻ ചെയ്തത് അവരുടെ ഒരു പൊതു സ്വഭാവം. അപ്പം ഇതിനകത്തും ഞാനത് കുറച്ചും കൂടി അതിപ്പോൾ ചെയ്തിട്ട് 1-2 വർഷമായി. അതിന് ശേഷമുള്ള പലരെ കണ്ട ഒബ്സർവേഷനും കൂടി ചേർത്താണ് ഞാനിതിൽ പറയുന്നത്. ഇനി ദോഷഫലങ്ങൾ പറയാം. അനിഴക്കാരുടെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതും എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്കും അത് കുറേയൊക്കെ മനസ്സിലാവും. ഇതിൽ പറയാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും.
വൃശ്ചികൻ രാശിയുടെ സ്വാധീനം മൂലം വൈകാരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളിലൂടെ ഇവരുടെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങൾ കടന്നു പോകും. പ്രത്യേകിച്ച് 35-40 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടം അതിഭീകരമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ, ഒറ്റപ്പെടലിലൂടെ കടന്നു പോകും എന്നുള്ളതാണ്. ചന്ദ്രൻ നീചനാവുന്ന രാശിയും കൂടിയാവുകയും ചൊവ്വയ്ക്ക് ബലം വരികയൊക്കെ ചെയ്യുമ്പം ഉള്ളിലെ ആ ഒരു തീക്ഷ്ണത പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇവരുടെ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. അപ്പം ചില സമയങ്ങളിൽ ചിലരിൽ നിരാശ, വിഷാദരോഗം തുടങ്ങിയ മാനസികാവസ്ഥകൾക്ക് ഇവർ അടിമപ്പെടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്പിരിച്വാലിറ്റിയിലേക്കും മെഡിറ്റേഷനിലേക്കും പെട്ടെന്ന് തന്നെ കടക്കുക എന്നുള്ളത് തന്നെയാണ്. ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊക്കെ തോന്നും. പക്ഷേ എഫേർട്ട്, കൺസിസ്റ്റൻസി ഒക്കെ അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഉറപ്പാണ്. അടുത്തൊരു ദോഷ സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ദുർവാശിയാണ്. ചൊവ്വ, ശനിയുടെ നക്ഷത്രം, ചന്ദ്രൻ നീചനാവുന്ന സ്ഥലം, വൃശ്ചിക രാശി, സ്വയംകൃത അനർത്ഥ രാശി. ഇതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും കൂടെ ചേർന്ന് കൂട്ടി വായിക്കുമ്പം ഇവർക്ക് കടുംപിടുത്ത സ്വഭാവവും ദുർവാശിയും കാണിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുകയും തോൽവി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടും എൻ്റെ മനസ്സിൽ എനിക്കതങ്ങനെ തോന്നിയിട്ടുണ്ട്. അവരുടെ പലപ്പോഴും പല ബന്ധങ്ങളും ഇവർക്ക് തകർന്നു പോകുന്നത് അങ്ങനെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, വയറ്, ഹൃദയമാണ് ഇതിൻ്റെ അവയവം, അനിഴത്തിൻ്റെ അവയവം. അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മലബന്ധം തുടങ്ങിയിട്ടുള്ള, കോൺസ്റ്റിപ്പേഷൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ, മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ കരൾ, ലിവർ, ശരീരത്തിൻ്റെ ക്ലെൻസിങ് പ്രോസസ്സുകൾ നടക്കുന്ന, ശനി ക്ലെൻസിങ് പ്രോസസ്സുകൾ നടക്കുന്ന നക്ഷത്രമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ ഏരിയയിലൊക്കെ ഹൃദയത്തിലാണെങ്കിലും ആ ക്ലീനിങ് പ്രോസസ്സ്, ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ നടക്കുന്ന, അല്ലെങ്കിൽ അശുദ്ധ രക്തം വരുന്ന ഭാഗങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ പഠിക്കാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി അടുത്തത് ആണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം, പ്രതികാര മനോഭാവം എന്നുള്ളതാണ്. ഒരിക്കൽ ഇവരെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് ശരിക്കും ഇവരുടെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ വിടില്ല ഇവർ. എത്ര വർഷം കഴിഞ്ഞാലും. വിശാഖം പോലെ തന്നെയാണ് അനിഴം വിഷാദത്തിൻ്റെ കൂട്ട് അങ്ങനെ ഈഗോ മാത്രമല്ല, അനിഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിഴത്തിന് നൊന്താൽ കുറേയൊക്കെ അവർ കണ്ണടച്ചങ്ങ് എടുത്തങ്ങ് വിടും. പക്ഷേ ശരിക്കും തങ്ങളെ വേദനിപ്പിച്ചവരോട് എളുപ്പത്തിൽ ക്ഷമിക്കാനുള്ള കഴിവ് ഇവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. ആ കഴിവില്ല. മനസ്സിൽ പ്രതികാര മനോഭാവം ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് ഉറപ്പുള്ള കാര്യമാണ്. പലരിലും അതെനിക്കറിയാവുന്ന കാര്യമാണ്. നല്ല മനുഷ്യരായിരിക്കും, പക്ഷെ ആ നോവിച്ചവരോട് ക്ഷമിക്കാൻ ഇവരുടെ അങ്ങോട്ട് സമ്മതിക്കത്തില്ല. എനിക്കറിയാവുന്നവരോട് ഞാൻ പലരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വിട്ടുകളയുക, അത് ഈശ്വരനെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. പക്ഷെ അവർ തന്നെ പറയാറുണ്ട്, ഗുരുജി അത് ഞാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ അവരെ കാണുമ്പോഴോ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോഴും അതിങ്ങനെ തികട്ടി വരും. ആ ഒരു അവരനുഭവിച്ച പെയിൻ, ആ വേദന അവരിങ്ങനെ തികട്ടി വരും എന്ന് ഇവർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതേപോലെ തന്നെ ജീവിതത്തിലെ ചില കാര്യങ്ങളിൽ ഉണ്ടാവുന്ന കാലതാമസം, നേരത്തെ നടന്നാൽ സെക്കൻഡ് ഹാഫിൽ, ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ രണ്ടാം പകുതി ഭയങ്കര ദുരിതമായിരിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ കാലതാമസം, ശനിയുടെ ആധിപത്യം കാരണം ജീവിതത്തിലെ പല പ്രധാന കാര്യങ്ങളും വൈകും. വീട്, വിവാഹം, സന്താനം, ജോലി ഇത്യാദി വിഷയങ്ങളിൽ ഏതെങ്കിലുമോ അല്ലെങ്കിൽ ഇതിൽ മിക്ക കാര്യങ്ങളോ, ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾക്ക് പലതിനും ഒരു വൈകൽ വരുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അവർ കുറച്ചൊന്ന് ഡിലേ ആവുമെന്ന് തോന്നുന്നു. അത് പ്രത്യേകിച്ച് ഈ അനിഴ നക്ഷത്രത്തിൽ പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ എൻ്റെ നക്ഷത്രത്തിൽ ലഗ്നം ഉദിച്ച് നിൽക്കുന്ന സമയത്ത് പ്രശ്നം വന്നാലൊക്കെ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. അവർ പലപ്പോഴും പറയാൻ പോകുന്നത്
അവരുടെ വീടോ അല്ലെങ്കിൽ കല്യാണമോ ഒക്കെ വൈകി എന്നുള്ളതാണ്. ഒരു കുറച്ച് മുന്നോട്ട് വിട്ട് അത് എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എന്നുള്ളൊരു അനുഭവം എനിക്ക് പേഴ്സണലി ഉണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. പേഴ്സണൽ അനുഭവമാണ്, ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് കുറേ അത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാലതാമസവും ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ, ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു തടസ്സം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ മിത്രനായതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൻ്റെ കർമ്മബന്ധത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. തെളിഞ്ഞു നിൽക്കുന്ന സൂര്യനാണ് മിത്രൻ. അപ്പം തെളിഞ്ഞു നിൽക്കുന്ന താമരയാണ് മിത്രൻ. മുൻജന്മത്തിൽ സുഹൃത്തുക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥത കൽപ്പിക്കുന്ന സുഹൃത്തുക്കളിൽ നിന്ന് വേദനയോ വീഴ്ചകളോ വരാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പം നല്ല ബന്ധങ്ങളിലൊക്കെ വഞ്ചിക്കപ്പെട്ടു പോകാനുള്ള സാധ്യതകളും ഉണ്ട്. ഈ ജന്മത്തിൽ ആത്മാർത്ഥതയും നിസ്വാർത്ഥപരവുമായിട്ടുള്ള സൗഹൃദങ്ങൾ സ്ഥാപിക്കുകയും ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കേണ്ട, ചെയ്തു കൊടുക്കുക. ചില തിരിച്ചടികൾ കിട്ടും, അത് പ്രതീക്ഷിക്കേണ്ട. കാരണം പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ള ശാപതാപങ്ങളുടെ ഫലമാണ്. സഹായിക്കുന്നവർ പലരും ചിലപ്പോൾ തിരിഞ്ഞു നോക്കാതിരിക്കും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ വല്ലതും പ്രതീക്ഷിക്കുമായിരിക്കും. ആ പ്രതീക്ഷിക്കുന്നിടത്താണ് നിങ്ങളുടെ വേദന വരുന്നത്. ഇല്ലെങ്കിൽ ഒരുപാട് പേരെ സഹായിക്കാനും നിസ്വാർത്ഥപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ചെയ്യാനുമുള്ളൊരു വിധി അനിഴം നക്ഷത്രത്തിനുണ്ട് എന്നുള്ളതാണ്. അനിഴം നക്ഷത്രക്കാർ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് കൂടുതൽ അപ്രീസിയേഷനോ അല്ലെങ്കിൽ കയ്യടികളോ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ദുഃഖം സുനിശ്ചിതമായിരിക്കും. ആ എന്തൊരു കാര്യമാണോ, ഇപ്പോൾ ഒരു അമ്പലം നിങ്ങൾ നടത്തിയെടുക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഒരു കമ്പനി നിങ്ങൾ നടത്തിയെടുക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഒരു വീട്ടിലെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളത് ചെയ്തു തീർക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള ഒരു സംഘത്തിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെയോ കാര്യങ്ങൾ മുന്നിട്ട് നിന്ന് നടത്താൻ നോക്കുന്നു, ഇതിനെല്ലാം നിങ്ങൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്നെല്ലാം പുറത്താവും, ഒറ്റപ്പെട്ടു പോകും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എല്ലാം ചെയ്തു കൊടുത്ത് ആത്മാർത്ഥതയോടുകൂടി നിസ്വാർത്ഥപരമായിട്ടും കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ആത്മീയപരമായിട്ടുള്ള ഒരു ആനന്ദം അതിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതല്ലാതെ മനുഷ്യരിൽ നിന്നും തിരിച്ചൊരു അപ്രീസിയേഷൻ പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് അനിഴം നക്ഷത്രത്തിൻ്റെ ഒരു കർമ്മബന്ധം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അനിഴം നക്ഷത്രക്കാരൊരിക്കലും ഒരു പൂർണ്ണ ആത്മീയവാദികളല്ല. പൂർണ്ണ ആത്മീയവാദികളല്ല എന്ന് ചോദിച്ചാൽ യതിയെ പോലെ ആവണം എന്നൊന്നുമില്ല ഒരാൾ സ്പിരിച്വൽ ആവാൻ. ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പം ഒരുപാട് ഋഷിമാർ, ഒരുപാട് ആചാര്യന്മാർ ഗൃഹസ്ഥരായിരുന്നു എന്നുള്ളത് പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും തന്ത്രവും ഒക്കെ പഠിച്ച് നമുക്ക് മനസ്സിലാവും. നമ്മൾ ആരാധിക്കുന്ന ദേവതകൾ പോലും ഗാർഹസ്ഥ്യം ഉള്ളവരായിരുന്നു എന്നുള്ളത്. വിഷ്ണുവാണെങ്കിലും മഹാദേവനാണെങ്കിലും ശ്രീകൃഷ്ണ പരമാത്മാവാണെങ്കിലും ശ്രീരാമചന്ദ്രനാണെങ്കിലും ഭഗവതിയാണെങ്കിലും ഗണപതി ഭഗവാനാണെങ്കിലും ലക്ഷ്മി വിനായകമൊക്കെ നോക്കിയാൽ ഭൂവിനായകൻ, ലക്ഷ്മി വിനായകൻ, ഉച്ചിഷ്ട ഗണപതിയൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ധ്യാനം വായിച്ച് നോക്കിയാൽ. അതുപോലെയാണ് ശാസ്താവാണെങ്കിലും പുഷ്കലേങ്കലയൊക്കെ ആയിട്ട് വള്ളി ദേവസേന സമേതനായിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി എല്ലാവരും ഗൃഹസ്ഥരാണ്. അപ്പോൾ ഗാർഹസ്ഥ്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരാൾ സ്പിരിച്വൽ അല്ലാതെ ആവുന്നില്ല എന്നുള്ളതിനൊരു തെളിവും കൂടിയാണ് ഈ നക്ഷത്രം. ഇവർക്ക് ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ളൊരു സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള അസാമാന്യ കഴിവ് ഉണ്ട് എന്നുള്ളതാണ്. ഞാനത് പലയിടത്തും കണ്ടിട്ടുണ്ട്. ഒരേ സമയം ഭൗതിക നേട്ടങ്ങളെ ഉണ്ടാക്കാനും അതേസമയം തന്നെ ആത്മീയ നേട്ടങ്ങളെ ഉണ്ടാക്കാനുമുള്ളൊരു വിൽ പവർ, ബാലൻസിങ്, സ്പിരിച്വാലിറ്റിയും മെറ്റീരിയലിസവും ഒരു കോയിൻ്റെ രണ്ട് വശമാണെന്നും അതൊരു ജീവിതത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ മാത്രമാണെന്നും മനസ്സിലാക്കി ജീവിതം എന്ന് പറയുന്ന ആ കോയിനെ കൃത്യമായിട്ട് സന്തുലനാവസ്ഥയോടുകൂടി ഒരു ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുപോകാനുള്ള ഇവരുടെ ഒരു കഴിവ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ജീവിതത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ചുറ്റുപാടുകളിലാണെങ്കിലും അനവധി വെല്ലുവിളികൾ ഇവർ നേരിടും. ഈ നേരിടുന്ന വെല്ലുവിളികളെ നേരിട്ട് ഇവർ മുന്നോട്ട് പോകുമ്പം, കാരണം പൂർവജന്മത്തിൻ്റെ കർമ്മഫലത്തിനനുസരിച്ച് നമ്മുടെ ചുറ്റുവട്ടത്ത് വരുന്ന ബന്ധങ്ങൾ, നമുക്ക് അറ്റാച്ച്മെൻറ്റ് വരുന്നതെല്ലാം സുഹൃതങ്ങളും ദുഷ്കൃതങ്ങളുടെയും അനുഭവിച്ച് തീരാനുള്ള ഒരു യുദ്ധക്കളമായിട്ടാണ് വരുന്നത്. ജീവിതം ഒരു യുദ്ധക്കളമാണ്. കുരുകരുണാനാം, കുരുക്ഷേത്രം എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു നിരുക്തം എന്ന് പറയുന്ന കരണങ്ങളുടെ വിളനിലമാണ് കുരുക്ഷേത്രം, ഇന്ദ്രിയങ്ങളുടെ വിളനിലം. ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ നമ്മുടെ ജീവിതമാണ്, നമ്മുടെ അറ്റാച്ച്മെൻറ്റുകളാണ്.
നമ്മുടെ സ്നേഹബന്ധങ്ങൾ, നമ്മുടെ റിലേഷൻസ് എല്ലാം തന്നെ അതിൽ പലരും നമ്മുടെ കർമ്മം ക്ഷയിപ്പിക്കാൻ വരുന്നവരാണ്. അത് ചിലപ്പോൾ വേദനിപ്പിച്ചായിരിക്കും. ചിലത് സുഹൃത കർമ്മത്തിൻ്റെ ബാക്കിപത്രമായിട്ടായിരിക്കും വരുന്നത്. നമ്മൾ യുദ്ധക്കളത്തിൻ്റെ നടുക്ക് നിൽക്കുമ്പം ചിലർ നമ്മുടെ കൂടെ ഉള്ളവരായിരിക്കും, ചിലർ നമ്മുടെ ശത്രുക്കളായിരിക്കും. രണ്ടും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ അടുത്ത് കൂടുന്നവരൊക്കെ ചിലപ്പോൾ ദുഷ്കർമ്മങ്ങളുടെ ഒരു റിഫ്ലക്ഷനായിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ സ്നേഹിക്കുകയും അടുക്കുകയും ചെയ്യുമ്പോൾ പെയിനുകൾ വരും. അങ്ങനെയാണ് ആ പെയിൻ വഴിയേ ആ ഡെപ്റ്റ് ക്ലെൻസ് ആവത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ വല്ലാണ്ട് വേദനിക്കും. പക്ഷേ ഇവർക്ക് ആ വേദനയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സ്പിരിച്വൽ ലൈറ്റ്, അവരുടെ ഉള്ളിലേക്ക് ഉണ്ടാകുന്ന, അവരുടെ ആ വൂണ്ട് ഹീലാവുന്നിടത്തൂടെ ഉണ്ടാകുന്ന ഒരു പ്രകാശം, ഈശ്വരൻ്റെ അനുഗ്രഹം, കാഴ്ചപ്പാട്, തെളിഞ്ഞ ബുദ്ധി, സുദർശനം എന്ന് വേണേൽ പറയാം, ശരിയായ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിലൂടെ ഇവർ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരേ സമയം ഭൗതികപരമായിട്ടും അതേപോലെ തന്നെ ആധ്യാത്മികപരമായിട്ടുമുള്ളൊരു ബാലൻസിങ്ങിനുള്ളൊരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും. ഈ ജന്മത്തിൽ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പഠിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ജീവിതം പൂർണ്ണമാകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം. ഓവറായിട്ട് ഒരുപാട് ഭൗതിക വിഷയങ്ങളിൽ ആഗ്രഹമുണ്ടായിട്ടും അതിനെയൊക്കെ സപ്രസ് ചെയ്തിട്ട് ഞാൻ സ്പിരിച്വലാണെന്ന് പറഞ്ഞ് അഭിനയിക്കുന്നതും, സ്പിരിച്വാലിറ്റിയോടെ നല്ല താല്പര്യമുണ്ടായിട്ടും ഭൗതിക വിഷയത്തിൽ മാത്രമാണ് ശരിയെന്ന് വിചാരിച്ച് അതിൽ മുഴുകി ജീവിക്കുന്നതും രണ്ടും ഒരു സമയത്ത് ദുഃഖത്തിന് കാരണമാകും. ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പഠിക്കുമ്പോഴാണ് ഒരാളുടെ ജീവിതം പൂർണ്ണമാകുന്നത് എന്നുള്ളത് അനിഴം നക്ഷത്രം നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. അനിഴം നക്ഷത്രത്തിൻ്റെ ഒരു കർമ്മഫലം അതുതന്നെയാണ്. ഇവരുടെ ജീവിതം നമുക്ക് ശരിക്കും നിരീക്ഷിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ അതുകൊണ്ട് പലപ്പോഴും ഒരുപാട് ഡെപ്റ്റുകളുള്ള, വ്യാഴമൊക്കെ പിഴച്ചു പോയിട്ടുള്ള ആൾക്കാരുടെ ജാതകമൊക്കെ ആണെങ്കിൽ, ശനിയും വ്യാഴമൊക്കെ പിഴച്ചു പോയിട്ടുള്ള, പരസ്പരം ബന്ധപ്പെടാതെ പിഴച്ചു പോയിട്ടുള്ള, ആധ്യാത്മിക യോഗം തരുന്നത് ശനി വ്യാഴ ബന്ധമാണ് ആണെന്നുണ്ടെങ്കിൽ ഇവർ ഒരുപാട് പഴി കേൾക്കും. സ്വാർത്ഥരാണ്, വീണനം വിഷ്ണുലോകമാണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് പഴി കേൾക്കേണ്ടി വരും. പക്ഷെ ഇവരതൊന്നും നോക്കില്ല. അവരത് കുറച്ചു നേരം ഇറിറ്റേറ്റഡ് ആവും, എന്നിട്ട് തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ശനിയുടെ നക്ഷത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു കാര്യവും കൂടെ പറയാൻ തോന്നുന്നു. കർമ്മകാരകനായിരിക്കുന്ന ശനിയുടെ നക്ഷത്രമാണ്. ഡെപ്റ്റിനെ ക്ലെൻസ് ചെയ്യേണ്ട ആളാണ്. ആയുസ്സിൻ്റെ കാരകനായ ശനി ആണ് നക്ഷത്രാധിപൻ അനിഴത്തിൻ്റെ. അതിനാൽ ജീവിതത്തിൽ ഇവർ നേരിടുന്ന ഓരോ പ്രതിസന്ധിയും, ഓരോ തടസ്സങ്ങളും മുൻജന്മത്തിലെ കർമ്മഫലങ്ങളെ ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരമായി കാണുക എന്നുള്ളതാണ്. ഇതൊരു ചാൻസ് യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം തരുന്നതാണ്. പരമമായ സത്യത്തിലേക്കുള്ള യാത്രയിൽ തരുന്ന അവസരമായി അല്പബോധത്തിൽ നിന്നും യുക്തി കൊണ്ടത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സർവ്വ വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കുന്ന യുക്തി കൊണ്ടാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ക്ഷമയോടെ, സഹനശക്തിയോടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പരീക്ഷണങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ, എടുത്തു ചാടാതിരുന്നാൽ, ഒരുപാട് പേരെ ഉപദ്രവിക്കാതെ ഇരുന്നാൽ, കാരണം വൈരാഗ്യബുദ്ധി കൂടുതലാണ്. കുറേ വളർന്നു കഴിയുമ്പോൾ പണ്ട് ഉപദ്രവിച്ചവരോടെല്ലാം ഒരു റിവെഞ്ച് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഇവർക്കുണ്ടാകും. അതൊക്കെ മാറ്റിവെച്ചാൽ, ഇതിനെല്ലാം നേരിട്ട് മുന്നോട്ട് പോയാൽ ഇവർ ജീവിതത്തിൽ കൂടുതൽ കരുത്തരും ജ്ഞാനികളുമായി തീരും എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ്. ഇനിയും നമുക്ക് രോഗങ്ങൾ ഒന്നും കൂടി ഒന്ന് നോക്കാം. അനിഴ നക്ഷത്രം പറയുന്ന രോഗങ്ങൾ വൃശ്ചിക രാശിയിൽ 3 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 16 ഡിഗ്രി 40 മിനിറ്റ് വരെ വ്യാപിച്ച് കിടക്കുന്ന നക്ഷത്രമാണ് അനിഴം എന്ന് ഞാൻ പറഞ്ഞു. 17ാമത്തെ നക്ഷത്രമാണ്. നക്ഷത്രാധിപൻ ശനിയുമാണ്. വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ പെട്ടെന്നൊന്ന് നോക്കിപ്പോവാം. ഹൃദയ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ജനനേന്ദ്രിയ രോഗങ്ങൾ, ഗുദത്തിൽ വരുന്ന രോഗങ്ങൾ, ഈ പിസ്റ്റുല, പൈൽസ് പോലുള്ള രോഗങ്ങൾ, ഏനസിൻ്റെ പാർട്ടിലുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, ഗുഹ്യ രോഗങ്ങൾ, ആർത്തവ രോഗങ്ങൾ, യോനി സങ്കോചം പോലുള്ള രോഗങ്ങൾ, മലബന്ധം, ആർഷരോഗങ്ങൾ,
ഗുദരോഗം, നാസാരോഗങ്ങൾ, തൊണ്ടയിലെ കഫക്കെട്ട്, അരയിലെ എല്ല് പൊട്ടുന്ന രോഗങ്ങൾ, ലഘുമനോരോഗങ്ങൾ, ഈ പൊസസീവ് ന്യൂറോസിസ് പോലുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകളിൽ പിടിവാശി, ആങ്സൈറ്റി, ഓവർ തിങ്കിങ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ വഴക്കുണ്ടാക്കാനും ഒക്കെ മനസ്സിൻ്റെ ചിന്തകൾ ചുരുങ്ങുമ്പം അതിനനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ടെൻഡൻസി. ഞാൻ സ്ത്രീകളിൽ ഡിവോഴ്സായ കുറച്ച് പേരുടെ ഹൊറോസ്കോപ്പ് എൻ്റെ കയ്യിലുണ്ട്, അനിഴം നക്ഷത്രത്തിൻ്റെ. അതിൻ്റെ ഒരു പൊതു സ്വഭാവമായിട്ട് 7ാം ഭാവം മോശമാകുമ്പോഴും കൂടിയാണത് വരുന്നത്. 7ാം ഭാവം, 2, വ്യാഴം, ശുക്രൻ, ഇത്രയും ഗ്രഹങ്ങൾ മോശമാകുമ്പോഴാണ് അതിൻ്റെ ഒരു ഫലം വരുന്നത്. എന്നാലും പൊതുവെ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമായിട്ട് പറയുന്നത് ഇവരുടെ ഒരു ഷോർട്ട് ടെമ്പറും വഴക്കിടാനുള്ളൊരു ടെൻഡൻസിയും ചെന്ന് കയറുന്ന സ്ഥലങ്ങളിലുള്ള ആൾക്കാർ മറ്റുള്ളവരുമായിട്ടുള്ള പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവില്ലായ്മയും ഒക്കെയാണ് ഇവരുടെ ഒരു വൻ പരാജയമായിട്ട് തോന്നുന്നത്. ഇതൊക്കെയാണ് പരാജയത്തിന് കാരണമാകുന്നതും. എവിടെയൊക്കെ ഞാൻ 7th ഹൗസിനെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും പറയാം. എവിടെയൊക്കെ ഒരു ബന്ധം നന്നായി പോകുന്നുണ്ടെങ്കിൽ അത് കുടുംബജീവിതം മാത്രമല്ല, അതൊരു ഓഫീസിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, സുഹൃത്തുക്കളുടെ ഇടയിലായിക്കോട്ടെ, എല്ലാം തികഞ്ഞൊരു ബന്ധമില്ല. എല്ലാം ചേരുന്ന 2 മനുഷ്യർക്ക് ഒരുപാട് കുറവുകളുള്ളത് കൊണ്ട് തന്നെ എല്ലാം തികഞ്ഞൊരു ബന്ധം വരില്ല. അപ്പോൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തും ത്യാഗം ചെയ്തും, ത്യാഗേനേവ അമൃതത്വം അശ്നുതേ എന്നാണ് പറയുന്നത്. വിട്ടുകൊടുത്തും പിടിച്ചുമൊക്കെയാണ് എല്ലാവരും ജീവിക്കുന്നത്. കാട്ടിൽ നിൽക്കുന്ന ഒരു ചെടി പോലെയല്ല നാട്ടുപ്രദേശത്ത് നിൽക്കുന്ന ചെടി. ആ പരിമിതിയുണ്ട്. പക്ഷേ നാട്ടുപ്രദേശത്ത് നിൽക്കുന്ന ചെടിക്ക് ചിലപ്പോൾ കൂടുതൽ വളമൊക്കെ കിട്ടിയെന്നിരിക്കും, ആൾക്കാർ കൂടുതൽ കെയർ ചെയ്തെന്നിരിക്കും. പക്ഷേ കാട്ടിൽ നിൽക്കുന്ന ചെടിക്ക് ചിലപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും, പക്ഷേ നോക്കാനും കാണാനും ഒന്നും ആളുണ്ടാവില്ല. അപ്പം ഒരേ ചെടിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിൽക്കുന്ന സാഹചര്യവും പെടുന്ന സ്ഥലവും ചുറ്റുപാടുമുള്ളവരൊക്കെ എല്ലാം സ്വാധീനിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഞാൻ മാത്രമല്ല ഈ ലോകത്തുള്ളത് എന്ന് മനസ്സിലാക്കി, എൻ്റെ ഈഗോ സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ മാക്സിമം ട്രൈ ചെയ്താൽ ഒരു 40+ ഒക്കെ സമാധാനമായിട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ ഒട്ടും ചേരാത്തവരൊക്കെയാണ് കൂടുള്ള ജോലി സ്ഥലമാണെങ്കിലും ഇത് പൂർണ്ണമായിട്ട് അങ്ങ് ചൂഷണം ചെയ്തങ്ങ് കൊല്ലാൻ നിൽക്കുന്നവരുടെ അടുത്ത് നിന്ന് കൂടി രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യവും. അപ്പോൾ നമുക്ക് നക്ഷത്ര ക്ഷേത്രങ്ങൾ, ഈ ഇതിൻ്റെ ദുരിതങ്ങൾ തീരാൻ വേണ്ടി, രോഗായ ദുരിതങ്ങളും ഇതൊക്കെ മാറാൻ 6th ഹൗസ്, അനിഴം 6ാം ഭാവമാവുക, അനിഴം നക്ഷത്രത്തിൽ 6ാം ഭാവം നിൽക്കുക, ചൊവ്വ നിൽക്കുക, ശനിയൊക്കെ നിന്നാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ, ലഗ്നാധിപൻ എൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുക, ലഗ്നം എൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുക ഒക്കെ വന്നാൽ ദോഷം മാറാൻ എന്ത് ചെയ്യാം നോക്കാം. അനുരാധ അഥവാ അനിഴം നക്ഷത്രത്തിൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് റൂളിംഗ് പ്ലാനറ്റ് സാറ്റേൺ ആണ്. സിംബൽ ലോട്ടസ് ആണ്. ക്ഷേത്രം എന്ന് പറയുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രമാണ്. പിന്നെ പുതിയൊരു പേപ്പർ, അസ്ട്രോളജിയുടെ ഒരു പേപ്പർ ഇൻ്റർനെറ്റിൽ കണ്ടതാണ്, സ്റ്റോറി ഓഫ് നക്ഷത്രാസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ചില കാര്യങ്ങൾ അറിയില്ല എനിക്ക്, എന്നാലും അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഷിർദി സായിബാബ ടെമ്പിൾ മഹാരാഷ്ട്ര എന്നാണ്. എന്തെങ്കിലും ഞാൻ അതിവിടെ പറഞ്ഞേ ഉള്ളൂ. അത് പഴയ ഗ്രന്ഥങ്ങളിലൊന്നും ഞാനത് കാണുന്നില്ല. പഴയ ഗ്രന്ഥത്തിൽ കാണുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രവുമാണ്. അതുപോലെ നക്ഷത്രക്ഷേത്രം തമിഴ്നാട്ടിലുള്ളത് അനിഴ നക്ഷത്രവുമായി ബന്ധപ്പെട്ടത് ശ്രീ ലക്ഷ്മീപുരേശ്വര ക്ഷേത്രം തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിൽ മയിലാടുംതുരയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ലക്ഷ്മീപുരേശ്വര ക്ഷേത്രമാണ് അനിഴ നക്ഷത്രത്തിൻ്റെ നക്ഷത്രക്ഷേത്രമായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ വൃശ്ചികൻ രാശി ആയതുകൊണ്ട് തന്നെ ചൊവ്വയുടെയും ശനിയുടെയും രാശി ആയതുകൊണ്ട് തന്നെ യുഗ്മരാശി ആയതുകൊണ്ട് ഉഗ്രയായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്രവും ഇതിനുള്ള ഒരു പരിഹാരം, അനിഴ നക്ഷത്രത്തിനുള്ളൊരു പരിഹാര സ്ഥലമായിട്ട് ചില ആചാര്യന്മാരും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അനിഴത്തെക്കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നെന്ന് തോന്നുന്നു. കണ്ടതിൽ ഒരുപാട് സന്തോഷം. അനിഴ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ഐശ്വര്യ അനുഗ്രഹവും എല്ലാം ശനീശ്വര ഭഗവാനും അതുപോലെ തന്നെ കാശി വിശ്വനാഥ സ്വാമിയും ഒക്കെ തരട്ടെ. ലക്ഷ്മീപുരേശ്വർ സ്വാമിയും ഭദ്രകാളിയും ഒക്കെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ തൃക്കേട്ട ജൈജാൻറ്റിക് നക്ഷത്രം, റെഡ് സ്റ്റാർ ആയിട്ടുള്ള
തൃക്കേട്ട അഥവാ ജ്യേഷ്ഠ എന്ന് പറയുന്ന നക്ഷത്രത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.